കൂട്ടുവിചിന്തനത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19 അധ്യായം 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇന്നിവിടെ വിചിന്തന വിധേയമാക്കുന്നത്. ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം സാപത്തിനെ പ്രമാണിച്ച് കുരിശിൽ കിടക്കുന്ന ശരീരങ്ങളെ താഴെ ഇറക്കുന്ന സന്ദർഭമാണ് വചനഭാഗത്തുള്ളത്. ഈശോയുടെ കൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ട മറ്റു 2 പേരുടെയും കണങ്കാലുകൾ തകർത്ത് അവരെ കുരിശിൽ നിന്ന് താഴെ ഇറക്കുന്നു. എന്നാൽ ഈശോ പണ്ടേ മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് കണ്ടതിനാൽ അവർ അവിടുത്തെ കണങ്കാലുകൾ തകർത്തില്ല. എങ്കിലും ഭടന്മാരിൽ ഒരുവൻ അവിടുത്തെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തവും ജലവും ഒഴുകുന്നതായി നാം വചനഭാഗത്ത് കാണുന്നു. ആ ഒരു ഹൃദയത്തിന്, അതായത് രക്തവും ജലവും ഒഴുകപ്പെട്ട ആ ഹൃദയത്തിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യമേ തന്നെ ഈശോയുടെ ഹൃദയം തുറവിയുള്ള ഹൃദയമല്ല. അതായത് എല്ലാ വ്യക്തികളെയും എല്ലാ അവസ്ഥയെയും സ്വീകരിക്കാനുള്ള തുറവി ഈശോയുടെ ഹൃദയത്തിനുണ്ടായിരുന്നു. ഏതവസ്ഥയിൽപ്പെട്ടവനായാലും, ദുഃഖം അനുഭവിക്കുന്നവനായാലും, ദുരിതം അനുഭവിക്കുന്നവൻ, ദാരിദ്ര്യം അനുഭവിക്കുന്നവനായാലും അവനെ സ്വീകരിക്കാനുള്ള മനസ്സ് ഈശോയുടെ ഹൃദയത്തിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ തനിക്ക് ദ്രോഹം ചെയ്തവനായാലും, തന്നെ ഉപദ്രവിച്ചവനായാലും അവനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്താൻ ഈശോ ശ്രമിച്ചിരുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ഹൃദയത്തിന് വേണ്ടത്. നമ്മുടെ അയൽക്കാരൻ നമുക്കൊരു ദോഷം ചെയ്തു എന്ന് വെച്ചിട്ട് അവനെ നമ്മൾ മുഴുവനായി ദോഷിക്കുകയല്ല, പകരം അവനെ നമ്മുടെ തുറവിയുള്ള ഹൃദയത്തിൽ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. രണ്ടാമതായി, ഈശോയുടെ ഹൃദയം ശുദ്ധിയുള്ളതാണ്. നമുക്ക് ഒരു വസ്തു ശുദ്ധിയുള്ളത് എന്ന് പറയാനായിട്ട് എന്താണ് മാർഗം? അല്ലെങ്കിൽ ഒരു വസ്തുവിന് എപ്പോഴാണ് ശുദ്ധിയുള്ളതെന്ന് പറയുന്നത്? ഇപ്പൊ നമ്മൾ കുളിച്ചിട്ട് വരുമ്പോൾ നാം പറയും നമ്മുടെ ശരീരം ശുദ്ധിയുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയം പാപത്തിൽ നിന്നകന്ന് വിശുദ്ധിയിലായിരിക്കുമ്പോഴാണ് നമുക്ക് എന്താ പറയാ, നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളതാണെന്ന് പറയാൻ പറ്റുന്നത്. നമുക്ക് ഈ ശുദ്ധിയുള്ള ഹൃദയം വേറൊരു ഭാഗത്തും കാണാൻ സാധിക്കും. അതായത് സുവിശേഷ ഭാഗ്യങ്ങളിൽ നമുക്ക് ഹൃദയശുദ്ധിയുള്ളവരുടെ കാര്യം പറയാൻ സാധിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമന്റെ അഭിപ്രായത്തിൽ ഈ ഒരു പ്രസ്താവന എന്നത് ഈശോയെ തന്നെ വിശേഷിപ്പിക്കുകയാണ്. അവിടെ ഒരുവൻ ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഹൃദയം ശുദ്ധിയുള്ളതാണെങ്കിൽ നമ്മളിൽ നിന്ന് വരുന്ന വാക്കുകളും അത്രത്തോളം മാധുര്യമുള്ളതായിരിക്കും. ആ ഒരു വാക്കുകൊണ്ട് ഒരിക്കലും മറ്റൊരുവന്റെ ഹൃദയം മുറിയപ്പെടുകയില്ല. അത് ഒരു പൂവായിട്ട് മറ്റുള്ളവന്റെ ഹൃദയത്തിൽ വന്ന് പതിക്കുകയും അത് അവന് ആശ്വാസമാവുകയും ചെയ്യും. മൂന്നാമതായിട്ട്, ഈശോയുടെ ഹൃദയം കുത്തി തുറക്കപ്പെട്ടതാണ്. അതായത് കരുണയ്ക്ക് വേണ്ടി കുത്തി തുറക്കപ്പെട്ട ഹൃദയം. ദൈവത്തിന്റെ കരുണയെ പറ്റി നമുക്ക് ഏവർക്കും അറിവുള്ളതാണ്. നാം ആശ്രയിക്കുന്നതും ദൈവകരുണയിൽ തന്നെയാണ്. നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് ഒരുപാട് ഉദാഹരണങ്ങൾ ദൈവകരുണയുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതായത് നാം എത്ര വലിയ പാപിയാണെങ്കിലും നമ്മൾ ഒന്ന് പിതാവേ, അപ്പ ഞാൻ തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നത്, ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഈശോ ദൈവം അത്രത്തോളം നമ്മളോട് കരുണ കാണിക്കും, നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയും. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ പഴയ നിയമത്തിൽ ഒരുപാടിടത്ത് കാണുന്നുണ്ട്. അതായത് ഈശോയോട് അവിടുത്തെ ജനങ്ങൾ, ഒരു ദേശത്തെ ജനങ്ങൾ വിലപിച്ച് കരഞ്ഞ് പാപം ഏറ്റുപറയുമ്പോൾ ദൈവം കരുണ കാണിച്ച് ആ നഗരത്തെ രക്ഷപ്പെടാൻ, നശിപ്പിക്കാതിരിക്കാൻ തുനിയുന്നത്. ദൈവകരുണയിൽ ആശ്രയിക്കുന്നവൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല. അവന് വിജയം സുനിശ്ചിതമാണ്. നാലാമതായി, ഈശോയുടെ ഹൃദയം ആശ്വസിപ്പിക്കുന്ന ഹൃദയമാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നോക്കിയാൽ അറിയാം, ഒരുപാട് മനുഷ്യര് തങ്ങളുടെ ഭാരങ്ങളൊന്ന് ഇറക്കി വെക്കാനായിട്ട്, തങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്ന് പങ്കുവയ്ക്കാനായിട്ട് അവസരമില്ലാതെ കഴിയുന്നവരുണ്ട്. അവർ ഓരോരുത്തരും ആരെങ്കിലും ഒരാൾ തങ്ങളോടൊപ്പം തങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നുണ്ട്, കൊതിക്കുന്നുണ്ട്. അപ്പോൾ ഈശോയുടെ ഹൃദയം എന്ന് പറയുന്നത് മറ്റൊരുവനെ ആശ്വസിപ്പിക്കാനായിട്ട് വളരെയേറെ ഉതകുന്ന ഒന്നാണ്. അവൻ ഒരു പരാതിയും കൂടാതെ നമ്മുടെ വിഷമങ്ങളെല്ലാം കേൾക്കാൻ സന്നദ്ധനായിട്ടുള്ളവനാണ്. നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അവൻ്റെ തന്നെ ദുഃഖമായി എടുത്ത്
നമുക്ക് വേണ്ടി നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഇത്തരത്തിൽ തന്നെ നാമും നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു ആശ്വാസമായി തീരണം. അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാൻ നമുക്ക് സാധിക്കണം. അവരന് നമ്മുടെ ഒരു ചെവി നൽകാൻ നമുക്ക് സാധിക്കണം. അഞ്ചാമതായി, ഈശോയുടെ ഹൃദയം വേദനിക്കുന്ന ഹൃദയമാണ്. വേദനിക്കുന്ന ഹൃദയത്തിന് മാത്രമേ നന്മ തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. നാം ഒരു വേദനയുടെ അനുഭവത്തിലൂടെ പോകുമ്പോൾ മാത്രമേ അത് എത്രമാത്രം വേദനാജനകമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കൂ. ഈ ഒരു അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ അപരന് എത്രത്തോളം വേദനിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുകയുള്ളൂ. അങ്ങനെ മാത്രമേ അവരൻ്റെ നന്മ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കൂടാതെ ഈ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകപ്പെട്ട രക്തവും ജലവും, അതിലെ ജലം എന്ന് പറയുന്നത് നമ്മുടെ ജ്ഞാനസ്നാനവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ജ്ഞാനസ്നാന സമയത്ത് നമ്മെ വിശദീകരിക്കാനായി ഉപയോഗിക്കുന്ന ജലം ഈശോയുടെ തിരുവിലാവിൽ നിന്ന് വരുന്ന ജലത്തിന്റെ പൂർത്തീകരണമാണ്. ആ ഒരു ജലത്തിലൂടെ നാം വിശുദ്ധിയുള്ളവരായി തീരും. ഇത്തരത്തില് ഒരുപാട് സവിശേഷതകൾ ഉള്ളതാണ് ഈശോയുടെ ഹൃദയം. ഈശോയുടെ ഈ സവിശേഷതകൾ നിറഞ്ഞ ഹൃദയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ നമുക്ക് പരിശോധിക്കാം. അവരന് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, ക്രിസ്തുവിനെ അനുഭവവേദ്യമാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഹൃദയത്തിന് എന്തൊക്കെ പരിമിതികളുണ്ടെന്ന് മനസ്സിലാക്കി അവയെ തിരുത്തി പുതിയൊരു ക്രിസ്തുവായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നല്ലൊരു ഞായറാഴ്ച നേരുന്നു.